ഹായ് ഫ്രണ്ട്സ്, ഒത്തിരി സന്തോഷത്തോടെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ കളിച്ച് വളർന്ന എൻ്റെ സ്വന്തം വീട്ടിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ സ്ഥലവും വഴിയും പറമ്പും എല്ലാം ചെടികളും മരങ്ങളും എല്ലാം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. പറ്റുമ്പോഴൊക്കെ ഇവിടെ ഓടിയെത്താൻ മനസ്സേറെ കൊതിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. അപ്പോൾ ഈ നടന്നു പോകുന്നത് എൻ്റെ ചാച്ചായിയാണ്. ഞങ്ങളിപ്പോൾ പോകുന്നത് പറമ്പിലൊരു പൂവങ്കൊല മൂത്ത് നിൽപ്പുണ്ട്, അത് കൊത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ ഞാൻ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും വെറും കൈയോടെ തിരിച്ചു പോകേണ്ട വരില്ല. പറമ്പിലുള്ള എല്ലാ സാധനങ്ങളുടെയും ഒരു വീതം കൂടെ എനിക്ക് വീതിച്ച് തന്നിട്ടാണ് എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞുവിടുക. എപ്പോൾ തിരിച്ചു പോകുമ്പോഴും കാറിൻ്റെ ഡിക്കി നിറയെ സാധനങ്ങളുണ്ടാവും. എൻ്റെ മാത്രമല്ല, ഒരുമാതിരി കെട്ടിച്ചു വിട്ട എല്ലാ പെൺകുട്ടികളുടെയും അവസ്ഥയും ഇതൊക്കെ തന്നെയായിരിക്കും. അവർക്കും ഇതുപോലത്തെ ഒത്തിരി കഥകൾ പറയാനുണ്ടാവും അല്ലേ. അപ്പം നമ്മൾ നമ്മുടെ വാഴക്കൊലയുടെ ചുവട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പൂവൻ വാഴ. എനിക്ക് ഏറെ ഇഷ്ടമുള്ളൊരു പഴമാണ് കേട്ടോ പൂവൻപഴം. നല്ല ടേസ്റ്റല്ലേ പൂവൻപഴത്തിന്. അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ചെറിയ കുരുമുളക് ചെടി ഉണ്ടായിരുന്നു. അതൊരു മുരിങ്ങയിലാണ് കയറിപ്പോയത്. മുരിങ്ങ പക്ഷേ ഉണങ്ങിപ്പോയി. അപ്പോൾ അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് അപ്പുറത്തെ ഒരു തൈയിലേക്ക് ചായച്ച് വെച്ചിട്ടാണ് നമ്മൾ വാഴക്കൊല വെട്ടാൻ നിൽക്കുന്നത്. ഈ കാണുന്ന സ്ഥലം ഏറെ മോശമല്ലാത്തൊരു കുരുമുളക് തോട്ടം ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷേ 2018 മഴയും ആ വെള്ളപ്പൊക്കവും ഒക്കെ കാരണം എല്ലാ കുരുമുളകും പോയി. പിന്നെ നമ്മൾ നട്ടുപിടിപ്പിച്ച് പിന്നെ ഉണ്ടായി വന്നതാണ് ഇതെല്ലാം. ഇപ്പോൾ ഇതെല്ലാം നോക്കി നടത്തുന്ന ചാച്ചായി ഒറ്റയ്ക്കാണ് കേട്ടോ. ചെറുപ്പത്തിലൊക്കെ ഞങ്ങളൊക്കെ കൂടുമായിരുന്നു. പക്ഷേ നമുക്കിപ്പോൾ സമയം കിട്ടാറില്ല ഇതിനൊന്നും. എന്നാലും ഞാൻ വരുന്നത് നോക്കി ഈ വാഴക്കൊല കൊത്താതെ ഇവർ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ വന്നിട്ട് വെട്ടാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള പറമ്പിൽ നമ്മുടെ പാപ്പൻ്റെ പറമ്പാണ്. അവിടെ കഴിഞ്ഞ കൊല്ലം ഇതേപോലെ തന്നെ ഒരു വലിയ പൂവൻവാഴയുടെ ചോടുണ്ടായിരുന്നു. അത് കാട്ടിൽ നിന്ന് ആന ഇറങ്ങിയിട്ട് അത് മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞിട്ട് പോയി. രാത്രിയായിരുന്നു സംഭവം, അതുകൊണ്ട് ആർക്കും ഒന്നും പറ്റിയില്ല. ഇപ്പോൾ പൂവൻവാഴ നിന്ന സ്ഥലത്ത് അതിൻ്റെ ഒരു അംശം പോലും ബാക്കിയില്ല. ആ ചോട് ഫുള്ളായിട്ട് നശിപ്പിച്ചിട്ട് പോയി. അതിൻ്റെ തൊട്ട് 1-2 ദിവസം മുമ്പ് അതിനകത്തുണ്ടായിരുന്ന ഒരു കൊല എനിക്ക് വെട്ടി തന്നിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ പൂവൻകൊല ഇവിടെ വെട്ടിയിട്ടുണ്ട്. അപ്പോൾ നിലത്ത് വീണ് ചതഞ്ഞു പോവാതിരിക്കാനുള്ള ടാസ്ക് ഭംഗിയായിട്ട് എൻ്റെ ചാച്ചായി ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് ഒരു ഏത്തക്കൊലയാണ്. അത് നമ്മുടെ മുറ്റത്ത് തന്നെയാണ് നട്ടത്. മുറ്റത്ത് തന്നെയുള്ള വാഴയാണ്. അപ്പോൾ അതിൽ തന്നെ നിന്ന് ഒരു കാ പഴുത്ത് തുടങ്ങി. ആ വാഴയുടെ ചോട്ടിലാണെങ്കിൽ ഒരു കോവൽ കയറി പടർന്ന് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിറച്ച് കോവയ്ക്ക ഉണ്ടായിരുന്നു. വാഴക്കൊല വെട്ടിയതോട് കൂടിയിട്ട് കോവലും വെട്ടിക്കളയേണ്ട വന്നു. കുഴപ്പമില്ല, വേറെ അപ്പുറത്തായിട്ട് വേറെ നല്ല കോവലുണ്ട്. അപ്പോൾ ദാ ഇത് കണ്ടില്ലേ, നല്ല സൂപ്പർ വാഴക്കൊലയാണ്. അതിലൊരെണ്ണം പഴുത്ത് നിൽക്കുന്ന കണ്ടോ. കിളിയൊന്നും കൊണ്ടുപോയില്ല ഭാഗ്യത്തിന്.
നമ്മുടെ വീട്ടിലും പറമ്പിലും ഒക്കെ ഉണ്ടാവുന്നതായതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്, വിഷമൊന്നും ഇല്ലാത്തതുകൊണ്ട്. വാഴയിൽ ചെറുതായിട്ട് പിണ്ടിപ്പുഴു കയറിയിരുന്നെങ്കിലും വാഴക്കുലയ്ക്ക് ഒരു കുഴപ്പവും ഉണ്ടായില്ല. വാഴക്കുല നല്ല വലിപ്പത്തിൽ നല്ല സൂപ്പറായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലുണ്ടായിരുന്ന കോവയ്ക്ക എല്ലാം നമ്മൾ പറിച്ച് ഒരു കറിക്കുള്ള കോവയ്ക്കൊക്കെ കിട്ടി അതിനകത്തുനിന്ന്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. നിങ്ങൾ ഈ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടോ? ഇതിന് ഞങ്ങളിവിടെ പറയുന്നത് കാന്താരിപ്പഴം, കാക്കപ്പഴം എന്നൊക്കെയാണ് കേട്ടോ. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഇത് ഞങ്ങൾ ഒത്തിരി കഴിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയിട്ട് നമ്മളിത് പറിച്ച് കളയാതെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നിങ്ങൾ ഈ ഫ്രൂട്ടിനെ എന്താണ് പറയുന്നതെന്ന് കമൻ്റ് ഇടുക. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കുട്ടികൾ ഇതിന് വേണ്ടിയിട്ട് തല്ലുകൂടുകയാണ്. ചേച്ചി ഈ പൊട്ടമ്മണ്ടൂസാണ് കമ്പനി ആണ്. ഈ പൊട്ടമ്മണ്ടൂസാണല്ലേ എങ്കോടെ ഇത് എത്ര കിട്ടിയ വേറെ ഒരു സ്ഥലത്തും ഇല്ല. കുഞ്ഞിനും കുറെ കിട്ടിയില്ലേ കുഞ്ഞിനടുത്ത്. നമുക്ക് ഇത്രയായി അപ്പഴ ചിലയിലെ എല്ലേന്റെ അടിയിലേക്ക്. ഇന്നത്തെ വീഡിയോയിലെ വാഴപ്പഴം ആണ് ട്ടോ ഗൈസ്.